1945 ജനുവരി 27 ജൂതവംശഹത്യയുടെ പാളയമായ ഓഷ്വിറ്റ്സിൽ നിന്ന് ഹിറ്റ്ലറിന്റെ ഇരകൾ മോചിതരായ ദിനം. ആര്യവംശശുദ്ധിക്ക് എന്ന പേരിൽ നാസി ജർമ്മനിയിൽ കൊന്നൊടുക്കപ്പെട്ട ദശലക്ഷങ്ങളുടെ സ്മരണ ദിനമായി ഈ ദിവസം ആചരിക്കപ്പെടുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ വംശീയ അതിക്രമങ്ങളുടെ 80ാം വാർഷികമാണ് ഇന്ന്. ആയിരത്തി 1933 അഡോൾഫ് ഹിറ്റ്ലറിന്റെ നാസി പാർട്ടി ജർമ്മനിയിൽ അധികാരം പിടിച്ചെടുക്കുമ്പോൾ യൂറോപ്പിലെ ജൂതരുടെ ജനസംഖ്യ 90 ലക്ഷമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഇതിൽ 67% നാസി പട്ടാളം കൊന്നുതള്ളിയിരുന്നു. ആര്യവംശീയതയ്ക്ക് ജൂതവംശം ഭീഷണിയാണെന്ന തീവ്ര വംശീയവാദമായിരുന്നു കൂട്ടക്കൊലയ്ക്ക് കണ്ട ന്യായീകരണം. 1935 ന്യൂറംബർഗ് നിയമങ്ങളിലൂടെ ജൂതന്മാരുടെ സ്വത്ത് കണ്ടുകെട്ടിയും പൗരാവകാശങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടുമായിരുന്നു തുടക്കം. 1939 പോളണ്ട് അധിനിവേശിച്ച നാസികൾ ജൂതന്മാരെ ജർമ്മനിയിൽ നിന്ന് പോളണ്ടിന്റെ ചില ഭാഗങ്ങളിലേക്ക് നാട് കടത്തി. രണ്ടാം ലോക മഹായുദ്ധകാലം ഈ ക്രൂരതകൾക്ക് കൂടുതൽ വളം നൽകി. 1939 സെപ്റ്റംബറിൽ തെക്കൻ പോളണ്ടിലെ ഒരു പോളിഷ് സൈനിക ബാരക്കായിരുന്ന ഓഷ്വിറ്റ്സ് കീഴടക്കിയ നാസികൾ 1940 മെയ് മാസത്തോടെ അതിനെ രാഷ്ട്രീയ തടവുകാർക്കുള്ള ജയിലാക്കി മാറ്റി. വെറും 4.5 വർഷത്തിനുള്ളിൽ ഓഷ്വിറ്റ്സിലെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഏകദേശം 1.5 ദശലക്ഷം മനുഷ്യരെയാണ് നാസികൾ കൊലപ്പെടുത്തിയത്. ഭൂരിഭാഗവും ജൂതന്മാർ. ജൂതർ മാത്രമായിരുന്നില്ല ഇരകൾ. പോളണ്ടിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള യുദ്ധത്തടവുകാർ, റോമൻ ജിപ്സികൾ, സ്വവർഗാനുരാഗികൾ, യാചകർ, വേശ്യാവൃത്തിയിലേർപ്പെട്ടിരുന്ന സ്ത്രീകൾ, വൈകല്യമുള്ളവർ, അങ്ങനെ വംശീയശുദ്ധീകരണത്തിന് തടസ്സമായി നാസികൾ കണ്ട എല്ലാ വിഭാഗവും ഹിറ്റ്ലറിനും സംഘത്തിനും മനുഷ്യരില്ലാതായി. 1941 അന്ത്യത്തോടെയാണ് കൂട്ടക്കൊലകൾക്ക് ചെലവ് കുറഞ്ഞ മാർഗമെന്ന നിലയിൽ ഗ്യാസ് ചേമ്പറുകൾ ജർമ്മനിയിലെത്തുന്നത്. വായുപ്രവേശമില്ലാത്ത ചെറിയ മുറികളിൽ ആയിരങ്ങളെ കുത്തിനിറച്ച് വിഷവാതകം പമ്പ് ചെയ്തു. 30 ലക്ഷം ജൂതരാണ് മനുഷ്യത്വഹീനമായ കുരുതിക്ക് കീഴടങ്ങിയത്. കൊടിയ പീഡനങ്ങൾ, പട്ടിണിയും വിശ്രമമില്ലാത്ത നിർബന്ധിത തൊഴിലുമെല്ലാം അവശേഷിച്ച ലക്ഷക്കണക്കിന് പേരുടെ ജീവനെടുത്തു. ഇതിനെല്ലാം പുറമെയായിരുന്നു മനുഷ്യർക്ക് മേലുള്ള ക്രൂരമായ പരീക്ഷണങ്ങൾ. ഒടുവിൽ 1945 ജനുവരി 27 ഓഷ്വിറ്റ്സ് ബിർക്കനൌവിലെ നാസി മരണ ക്യാമ്പിലേക്ക് സോവിയറ്റ് സേന പ്രവേശിക്കുമ്പോൾ ഏകദേശം 7000 തടവുകാർ മൃതപ്രാണരായി അവിടെ അവശേഷിച്ചിരുന്നു. 1945 മെയ് 7 ഹിറ്റ്ലറിന്റെ നാസി ജർമ്മനി സഖ്യസേനയ്ക്ക് കീഴടങ്ങുന്നതുവരെയും ജർമ്മൻ അധിനിവേശ യൂറോപ്പിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് ആയിരങ്ങളെ മരണത്തിലേക്ക് മാർച്ച് ചെയ്യിപ്പിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജൂതർ 1948 1951 ഇടയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി പലായനത്തിലായിരുന്നു. 1,36,000 പേർ ഇസ്രായേലിലേക്ക് കുടിയേറി പാർത്തു. ശേഷിച്ചവർ യൂറോപ്പിലും അമേരിക്കയിലും അഭയം തേടി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.